മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ടീച്ചർ ആരാ എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലെ? ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ് കേട്ടോ. VM എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ശ്രുതി മിസ്സിന്റെ കൂടെ സൈലത്തിന് മലയാളം പഠിപ്പിക്കുന്ന വേറൊരു ടീച്ചറാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ കാണുന്ന, ടീച്ചറെ ആദ്യമായിട്ടായിരിക്കാം മക്കള് കാണുന്നുണ്ടാവുക. അപ്പൊ ടീച്ചറെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളുടെ പരീക്ഷയില് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്ന് ഫ്രണ്ട്സിനോടൊക്കെ പറയുകയും വേണം. ഓക്കെ, അപ്പൊ ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരുപാട് വീഡിയോസ് ഒക്കെ ശ്രുതി മിസ്സും മക്കൾക്ക് വേണ്ടി പറഞ്ഞിരുന്നൊക്കെ ടീച്ചർ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം അല്ലെ. നമ്മൾ പഠിക്കുന്ന കഥകളിലുള്ള, നോവലുകളിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പരീക്ഷയിൽ ചോദിക്കും അല്ലെ. എന്തൊക്കെയാണ് ആ കഥാപാത്രത്തിന്റെ സവിശേഷതകള് അല്ലെ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ അത് കഥാപാത്രത്തിന്റെ വേഷം, രൂപം, അവരുടെ സ്വഭാവ സവിശേഷതകള്, പ്രധാനപ്പെട്ട സംഭാഷണങ്ങള് ഒക്കെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാറില്ലേ. അപ്പൊ അത് അറിയണമെങ്കിൽ, എഴുതണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ പാഠഭാഗം എന്താണ് എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ആണോ? ഇഷ്ടമുള്ള കുട്ടികളാണോ? വായിക്കാറുണ്ടോ നിങ്ങള്? ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നിങ്ങള് പറയിപ്പറ്റ പന്തരികുലത്തിന്റെ കഥയൊക്കെ മക്കള് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമുക്ക് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഉപ്പുകൊച്ചൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്, മറ്റൊന്ന് മേഴത്തോൾ അഗ്നിഹോത്രി എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇവർ രണ്ടുപേരെയുമാണ് നമുക്ക് ഈ അല്ലെ പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി പഠിക്കാനുള്ളത്. അപ്പൊ പറയിപ്പറ്റ പന്തരികുലത്തിന്റെ കഥയാണ് അല്ലെ. വരരുചി എന്ന് പറയുന്ന പണ്ഡിത ബ്രാഹ്മണൻ അല്ലെ, പറയികുലത്തിൽ ജനിച്ചിരിക്കുന്ന പഞ്ചമിയെ വിവാഹം കഴിക്കുകയാണ്. അവർക്ക് അല്ലെ 12 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ ആ 12 കുഞ്ഞുങ്ങളെയും വഴിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത്. ആ 12 കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? ഓരോ വിവിധ ജാതിക്കാരെടുത്ത് വളർത്തുന്നു. അവർ വിവിധ അല്ലെ മതങ്ങളിൽ അല്ലെ ജാതിയില് അവർ വളരുന്നു അല്ലെ. അപ്പൊ അവരൊക്കെ എന്താ പറയാ, അത്ഭുതകരമായിട്ടുള്ള കഴിവുകളുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് അവരൊക്കെയും വളരുന്നത് അല്ലെ. അപ്പൊ ഇതില് ഒരു കുട്ടിയാണ്, ഏത് കുട്ടിയടാ? നമ്മളുടെ ഏത് കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്? ഉപ്പുകൊച്ചൻ എന്ന് പറയുന്ന കുട്ടി അല്ലെ. ഈ ഉപ്പുകൊച്ചനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉപ്പുകൊച്ചന്റെ ഒരു സാങ്കല്പിക, അസാധാരണ കഴിവുകളൊക്കെയുള്ള കുട്ടിയായിരുന്നു. ഈ ഉപ്പുകൊച്ചന്റെ ഒരു സാങ്കല്പിക കഥയാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കഥാപാത്രങ്ങൾ നോക്കാം. നമുക്ക് ആരുടെ കഥാപാത്രമാണ് നമ്മൾ നോക്കുന്നത്? ജീവിതത്തിന്റെ ഉപ്പില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ അത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഉപ്പുകൊച്ചൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അല്ലെ? ഉപ്പ് വിറ്റ് നടക്കുന്നു, എത്തിയെടുത്ത് കിടന്നുറങ്ങുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉപ്പുകൊച്ചന്. അതേപോലെ ബന്ധുക്കളൊന്നുമില്ല അല്ലെ, ഒറ്റത്തടിയായിട്ടാണ് നടക്കുന്നത്, ആരെയും കൂസൂല അല്ലെ. അങ്ങനെയുള്ള ഒരു കഥാപാത്രം, ആരെയും പേടിയില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. കുട്ടികളോടാണെങ്കിൽ ഭയങ്കര സ്നേഹവും വാത്സല്യവും ഒക്കെയുള്ള കഥാപാത്രമായിരുന്നു ഉപ്പുകൊറ്റന്റെ കഥാപാത്രം അല്ലെ. അപ്പോ പറയിപ്പറ്റ പന്തരികുലത്തിലെ അല്ലെ, പറയിപ്പറ്റ ടീച്ചർ പറഞ്ഞ കഥയിലെ പറയിപ്പറ്റ പഞ്ചമിയാണ് അവര് പെറ്റ കുലം അല്ലെ. അതിലുള്ള കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ഉപ്പുകൊറ്റൻ അല്ലെ. അയാളുടെ ജോലി എന്താണ്? തൊഴിൽ എന്താണ്? ഉപ്പുകൊറ്റൻ, ഉപ്പ് വിൽക്കുന്ന ആള്. കൊച്ചു ആഹാരമാണ്. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി എന്താണ്? ഉപ്പ് വിറ്റ് അല്ലെ. അയാളുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് ഉപ്പ് വിൽക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ ആഹാരത്തിന്, കൊച്ചിന് ഉപ്പ് വിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഉപ്പുകൊച്ചൻ എന്ന പേര് ലഭിച്ചത് അല്ലെ. മനോഹരമായ വൈവിധ്യമാർന്നൊരു പേരാണ് അല്ലെ. അപ്പൊ അത് തന്നെ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ കഥാപാത്ര നിരൂപണത്തിൽ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വേഷമൊക്കെ എങ്ങനെയാണ്? ഒരു മുഷിഞ്ഞ വേഷമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വെളുത്ത നിറാണ്, നീട്ടി വളർത്തിയ താടിയും മുടിയും ഒക്കെ ഉള്ള, തോളിൽ ഒരു സഞ്ചി അല്ലെ, സഞ്ചിയിലാണ് ഉപ്പ് ഉണ്ടാവുക അല്ലെ. അതൊക്കെയാണ് ഉപ്പുകൊച്ചന്റെ ഒരു രൂപം അല്ലെ. ഒരു മുഷിഞ്ഞ വസ്ത്രം, വെളുത്ത ശരീരം, ഒരു തോളിലൊക്കെ സഞ്ചിയൊക്കെ ഇട്ട് താടിയും മുടിയും ഒക്കെ നീട്ടി അല്ലെ, എങ്ങനെ നടക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? ഉപ്പുകൊറ്റൻ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഉപ്പുകൊറ്റൻ വന്നിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ഇപ്പൊ ഒരു ഉപ്പുകൊറ്റൻ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലേ? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചിട്ട് ഉപ്പുകൊറ്റൻ എന്തായിരിക്കും?
വ്യത്യസ്തനായിരിക്കും അല്ലെ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഉപ്പുകൊച്ചൻ വ്യത്യസ്തനായിരിക്കും അല്ലെ. അപ്പൊ ടീച്ചറുടെ മനസ്സിലുള്ള ഉപ്പുകൊച്ചൻ എങ്ങനെയാണ്? ടീച്ചർ ആലോചിക്കുമ്പോ കുറച്ച് അല്ലെ ഇങ്ങനെ എപ്പോഴും നല്ല ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളല്ലേ. അപ്പൊ കുറച്ച് ശരീരമൊക്കെ മെലിഞ്ഞ് അല്ലെ, താടിയൊക്കെ ഒരു അലസന പോലെ, മുടിയും താടിയൊക്കെ ഇങ്ങനെ കാച്ചിലൊക്കെ പറത്തി ഒരു മുഷിഞ്ഞ മാറാപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരു രൂപം അല്ലെ. പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ചില നാടോടികളുടെ ഒരു രൂപമാണ് ടീച്ചർക്ക് മനസ്സിൽ വരുന്നത്. മക്കൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പുകൊച്ചിനൊക്കെ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക കേട്ടോ, നിങ്ങളുടെ ഭാവനയില്. ഓക്കെ, ഇനി എന്താണ്? അലഞ്ഞ് അല്ലെ നടന്ന് അയാൾ എന്ത് ചെയ്യുന്നു? ഉപ്പ് വേണോ ഉപ്പ് അല്ലെ, ഉപ്പ് വേണോ ഉപ്പ് എന്ന് ചോദിച്ചോണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? നമ്മളുടെ ഉപ്പുകൊച്ചൻ അല്ലെ. ആവശ്യക്കാരെന്ത് ചെയ്യുന്നു? അവന്റെ അടുത്ത് ഉപ്പ് വാങ്ങുന്നു അല്ലെ. ഉപ്പുകൊച്ചിന് വീടും കൂടും ഒന്നുമില്ല അല്ലെ. നടന്ന് ശരിക്കും എവിടെയാണോ എത്തുന്നത്, ഉപ്പുകൊച്ചിന് അവിടെ കിടന്നുറങ്ങും. അപ്പൊ നടന്നേടുത്ത് കിടന്നുറങ്ങുന്ന അല്ലെ, ഭക്ഷണം കിട്ടുന്ന എടുത്ത് കഴിക്കുന്ന അല്ലെ, ആരെയും കൂസാത്ത, ആരെയും മൈൻഡ് ചെയ്ത്, എന്തിനാ മൈൻഡ് ചെയ്യണേ? ആരുടെ ചെലവിലും അല്ല ജീവിക്കണം അല്ലെ. അതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെ, ഒന്നിനെയും വകവയ്ക്കാതെ നടക്കുന്ന ഒരു അല്ലെ, ഒരു കൂസലില്ലായ്മയുടെ ആൾ രൂപമായിരുന്നു ആര്? ഉപ്പുകൊച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം കേട്ടോ. മേലാളന്മാരോട് തൻ്റെ ഇടത്തോടെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അല്ലെ. ആ കാലഘട്ടത്തിൽ എന്താണ്, തമ്പ്രാക്കന്മാരൊക്കെ ഇങ്ങനെ ഭയന്നിട്ടാണ് അടിയാളന്മാരല്ലേ, നാടോടികളൊക്കെ ജീവിക്കേണ്ടത് അല്ലെ. വഴി കൂടെ നടക്കാൻ പറ്റില്ല. തമ്പ്രാക്കന്മാരൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഓഹോയ് ഓഹോയ് എന്ന് പല്ലക്കിൽ ശബ്ദം ഉണ്ടാക്കിയിട്ടേ വരിക. എന്ത് ചെയ്യണം? ഈ താഴേക്കിടയിലുള്ള ജാതിയിലുള്ള ആളുകൾ വഴി മാറി നടക്കണം. കാരണം അന്ന് മേലെ അല്ലെ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് താഴേക്കിടയിലേക്കുള്ള മനുഷ്യരെ കാണുന്നത് പോലും എന്തായിരുന്നടാ? അയിത്തമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ജാതി ഭ്രഷ്ടും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണെന്ന് മക്കൾ ആലോചിക്കണേ. അപ്പോ അതിനെയൊന്നും കൂസാത്ത, എല്ലാരും മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഉപ്പുകൊച്ചന്റെ കഥാപാത്രം കേട്ടോ. വലിപ്പ ചെറുപ്പങ്ങളിലൊന്നും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാനിക്കേണ്ടവരെ മാനിക്കുക, ആചാരം പറയുക അല്ലെ. ബഹുമാനിക്കേണ്ട ആളുകളെ മാത്രം ബഹുമാനിക്കുക, അവരെ എന്ത് ചെയ്യും? അവരോട് ആചാരം പറയുക. അല്ലാത്ത ആളുകളെ ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, അദ്ദേഹം മാനിച്ചിരുന്നില്ല അല്ലെ. പിന്നെന്താണ്, എല്ലാരും മനുഷ്യരല്ലേ, ഒരു ചോരയല്ലേ, പിന്നെന്തിനാണ് ചിലരെ ബഹുമാനിക്കുന്നത് അല്ലെ, ചിലർക്ക് വഴിമാറി കൊടുക്കുന്നത്? അങ്ങനെ ഒരു പക്ഷക്കാരനായിരുന്നു, ചിന്താഗതിക്കാരനായിരുന്നു ആര്? നമ്മളുടെ ഉപ്പുകൊറ്റൻ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ സമത്വ ചിന്തയും തത്വചിന്താ ബോധവുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ സത്യം എന്താണോ അത് സധൈര്യം അല്ലെ, ധൈര്യപൂർവ്വം അത് തുറന്നു പറയാനുള്ളൊരു ചങ്കൂറ്റൊക്കെ ഉപ്പുകൊച്ചനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു അല്ലെ. അവർക്ക് വേണ്ടി മായാജാലങ്ങൾ അല്ലെ, മാന്ത്രിക വിദ്യയൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രം. നിങ്ങൾക്ക് ഇഷ്ടമാണോ മാജിക് കാണിക്കുന്ന ആളുകളെയൊക്കെ ഇഷ്ടമാണോ? അപ്പൊ ഈ ഉപ്പുകൊച്ചൻ അങ്ങനെയായിരുന്നു, കുട്ടികൾക്ക് വേണ്ടി മായാജാലങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ താളമുള്ള പാട്ടുകൾ പാടിക്കൊടുക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. കുഞ്ഞുങ്ങളോട് മാത്രമാണ് ആ സ്നേഹവും വാത്സല്യമൊക്കെ ഉപ്പുകൊച്ചൻ കാണിച്ചത്. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊച്ചൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു കഥാപാത്രമാണ്. സ്നേഹമുള്ള, മൂല്യങ്ങളുള്ള അല്ലെ, നല്ല ഒരു അല്ലെ വ്യക്തിത്വമുള്ള, മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു ആരുടേത്? ഉപ്പുകൊറ്റന്റേത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? മക്കൾ എഴുതില്ലേടാ? എന്തായാലും എഴുതണം കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ശ്രുതി മിസ് ലൈവിൽ വരും. മക്കളെ എല്ലാ പാഠഭാഗങ്ങളും ടീച്ചർ പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് എന്ത് ചെയ്യണം? മെഗാ മാരത്തോൺ ലൈവുകളൊക്കെ മക്കൾ കാണുക. എല്ലാ ചോദ്യം, എല്ലാ ക്ലാസ്, എല്ലാ സബ്ജക്റ്റിന്റെയും കേട്ടോ. സൈലത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങള് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും അത്ര അടിപൊളിയായിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? മക്കൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ ലൈവിന്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരോടൊക്കെ പറയാ, ഇത്ര അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് ടീച്ചർമാർ എന്ത് ചെയ്യും? ഒക്കെ പഠിപ്പിച്ചു തരും അല്ലെ. അപ്പൊ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായി നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.